എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ലോകക്രമത്തിൽ ഓരോ നിമിഷം ചെല്ലുന്തോറും നമ്മെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കില്ല. എന്നാൽ ഈ വാർത്തകൾ വരുന്നത് പ്രധാനമായും ഒരു ഇൻഡിവിജ്വൽസിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളും മറ്റു പല കാരണങ്ങളും മുന്നിൽ നിർത്തി അവരുടെ പേരും പ്രസക്തിയും മുന്നിലെത്തിക്കാൻ വേണ്ടി മറ്റു പലരെയും കൂട്ടക്കുരുതി ചെയ്യുന്ന കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായി ഇനി നമ്മുടെ നാട്ടിലുള്ള ചില വിശേഷങ്ങളെക്കുറിച്ച് പറയാം. ഇവിടെ ഒരാളെ വെട്ടിവീഴ്ത്താൻ, ഒരാളെ തകർത്ത് തരിപ്പണമാക്കാൻ വളരെ അനായാസം സാധിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉപകരണമായി ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. അതിലെത്ര കണ്ട് സത്യമുണ്ട്, എത്ര കണ്ട് അസത്യമാണെന്ന് ആർക്കും തീർത്തു പറയാൻ സാധിക്കില്ല. നേരം വെളുത്താൽ കയ്യിലൊരു ക്യാമറയും ഒരു മൈക്കുമായി നടന്ന് ആരെങ്കിലും ചുറ്റിപ്പറ്റി എന്തെങ്കിലും വൃത്തികെട്ട വാർത്തകൾ പടച്ച് വിടുക ഇതിവരുടെ ഒരു സ്ഥിരം തൊഴിലാണ്. ഒരു ചില മാധ്യമ പ്രവർത്തകർ അതെന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നും അറിയില്ല. ഇവർ പലരും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ നേടിയെടുത്തതിന് ശേഷം അവർ പറയുന്ന ആരെക്കുറിച്ചും എന്ത് വാർത്തകളും തൊടുത്തുവിടാൻ അവർ വലിയ ഉത്സാഹം കാണിക്കും. ഇനി ഒന്ന് തുടങ്ങി വെച്ചാൽ അതിന് ഏറ്റുപാടാൻ ഒത്തിരി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് 6 മണി കഴിഞ്ഞ ഒരു ചാനൽ ഏറ്റവും വൃത്തികെട്ട ഒരു സംവിധാനമാണ്. നെറികെട്ടവന്മാരെ പിടിച്ചിരുത്തി പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിൽ ഒരു ഭാഷാശുദ്ധി പോലുമില്ലാതെ ചാനൽ ചർച്ച നടത്തുന്ന കുറച്ച് വിവരം കെട്ട ആൾക്കാരുണ്ട്. അവരിനിയെങ്കിലും ഈ പരിപാടി ഒന്ന് ഉപേക്ഷിക്കുക. കാരണം ഇവർക്ക് വേറെ ജോലിയില്ല. ഈ തെറിവിളി കേൾക്കാനും മനുഷ്യർ വിധിക്കപ്പെട്ടതെന്ന് ശങ്കിച്ചു പോകുന്നു. പലർക്കും ഇപ്പോൾ ആ ഒരു 6 മണി കഴിഞ്ഞതിലും വലിയ റീച്ചൊക്കെ ഉണ്ടാകുന്നതൊന്നും കിട്ടുന്നില്ല. ഇവർ ആഭാസത്തരമായിട്ടുള്ള സംസാരങ്ങൾ, ശരിക്കുള്ള ഭാഷ പ്രയോഗം വരെ നടത്താൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയെ ബേസ് ചെയ്ത് അവനെ പിടിച്ച് അവന് എന്ത് തോന്നിയാസത്തിനും വിളിച്ചു പറയാനുള്ള ഒരു ഡൈസായിട്ട് മാറിപ്പോയി, ഖേദിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ നടത്തുന്നത്, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ നടത്തുന്നത് സത്യസന്ധം എന്നുള്ളത് എല്ലാവരിലും ഇല്ല. മുന്നിലുള്ള സത്യങ്ങളെ തുറന്നു കാട്ടാൻ ആരും ശ്രമിക്കുന്നുമില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ കോടാനുകോടികളുള്ള പരസ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ പറയുന്നില്ല. ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജില്ലാ കോടതിയും ഒക്കെ അവരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ വിചാരണ നടത്തുന്നത് ഇവിടുത്തെ നിഗൂഢ സംഘങ്ങളാണ്. അത് പ്രത്യേകിച്ചും ഈ മാധ്യമ സംഘങ്ങൾ. അവർക്ക് എന്തെങ്കിലും വാർത്തകൾ കൊടുക്കണം, ശരിയും തെറ്റും. പിന്നെ അതിനുമുണ്ട് ആരെങ്കിലും ഒരു കേസ് കൊടുത്താൽ കുഴപ്പമില്ല, അവർ കേസിനൊക്കെ അറ്റൻഡ് ചെയ്യും. അവരെ കേസിന് അറ്റൻഡ് ചെയ്യാനുള്ള സഹായം ഈ ലോബികൾ തന്നെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, കുറച്ചെങ്കിലും ധാർമ്മികത കാണിക്കുക. എന്തെങ്കിലും വാർത്തകൾ പടച്ചു വിടുമ്പോൾ അതിൻ്റെ സത്യങ്ങൾ അന്വേഷിക്കുക. സത്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം വാർത്തകൾ കൊടുക്കുക. നിങ്ങൾ മൂലം പലരും ഉപദ്രവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മുകളിലേക്ക് വരുന്നവരെ ആരെങ്കിലും പിടിച്ചു താഴെയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്ത്രീ ബാമ്പുകളെ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ നല്ലൊരു ഇതല്ല. മറ്റൊരു കാര്യമുള്ള പക്വത ഉള്ള മുതിർന്ന നേതാക്കന്മാരുടെ പക്വത ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനവും സംസാരങ്ങളുമാണ്. ഇവർക്കെല്ലാം ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. പല മോഹങ്ങളും അവർ അർഹിക്കാത്തത് പലരും അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ സഫലീകരിക്കാൻ പലരെയും വെട്ടിവീഴ്ത്തുന്നു. ഇതൊക്കെ ഇന്ന് കേരളത്തിൽ നടക്കുന്നൊരു വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലൂടെ ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. അതിനൊക്കെ ലൈസൻസ് ഉണ്ട്. കൂടിപ്പോയി ഒരു വക്കീൽ നോട്ടീസ് വന്നാലും കുഴപ്പമില്ല. അവർക്ക് പറയേണ്ടത് ഇവർ പറയും. അത് സത്യമായോ അസത്യമായോ വാട്ട് എവർ ഇറ്റ് മേ ബി. അതുകൊണ്ട് ധാർമ്മികത എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് പുലർത്താൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക. ഗുണകരമായ കാര്യങ്ങൾ പറയുക. ഓരോരുത്തരും ഓരോ രാഷ്ട്രീയക്കാരും കാണിക്കുന്ന കാട്ടാളത്തുരത്തെ അതിന് നല്ല രീതിയിൽ വെള്ളപൂശി ഇങ്ങനെ ചാനലിൽ കൂടെയും പത്രവാർത്തകളിലും കൂടെയൊക്കെ അറിയിക്കുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അവരതൊക്കെയാണ് ചെയ്യുന്നതിനെ തെറ്റിനെ തെറ്റായും ശരിയായും കാണാൻ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പരസ്യം കൊടുത്താൽ, എന്തെങ്കിലും പാരിതോഷികം കൊടുത്താലോ എന്തിനും അവർ തയ്യാറാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാനടക്കമുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംകാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്നാൽ അവരിലൂടെ നല്ല സത്യങ്ങളും പുറത്തു വരാറുണ്ട്, വ്യക്തമായ വിവരങ്ങൾ വരുത്താറുണ്ട്. അതായത് ദിനപത്രങ്ങളിൽ ഒരിക്കൽ പോലും കൊടുക്കാത്ത വാർത്തകൾ ഇവരെടുക്കുന്നുണ്ട്. അത് അവർക്ക് അതിൽ അഭിനന്ദനം നേരേണ്ടത് തന്നെയാണ്. നല്ല കാര്യങ്ങളാണ്. എന്നാൽ ചില കുറ്റിച്ചൂലുകൾ ഇടയ്ക്ക് കിടന്ന് കാണിക്കുന്ന അഭ്യാസം കാണിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഞാൻ ചാനലിൻ്റെ പേരൊന്നുമില്ല. അവരെന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടി ഓടി നടന്ന് മലയാള ഭാഷകൾ അടിച്ച് ഇരുത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നവരാണ്. കാരണം ജേർണലിസത്തിന് പുല്ലുവില കൊടുക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ ജേർണലിസം പാസ്സായിട്ട് പുറത്തു വരുന്നത്. ഇറങ്ങിയാൽ ഇത് കാണാൻ കൊള്ളാമെന്നുള്ളത് ആരായിരുന്നാലും, അത് സ്ത്രീയാണെങ്കിൽ കുറിച്ചുകൊണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ചാനലിൽ കയറി പറ്റും കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരും പറയുന്നില്ല, ഒരു ചിലർ അത് കുറച്ചൊന്ന് പോപ്പുലറായി ചിലപ്പോൾ ഇവർ വഷളായി പോവുകയും ചെയ്യുന്നു. അത് ഇവരെ മനസ്സിലാക്കുന്നില്ല. സോ ഇനിയെങ്കിലും ഈ പത്രധർമ്മത്തിന് ഒരു ധാർമ്മികത കൊടുക്കുക, നല്ല വാർത്തകൾ കൊടുക്കുക, മോശമായ വാർത്തകൾ കൊടുക്കാതിരിക്കുക. നമ്മുടെ രാജ്യത്ത് എന്തോരം കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. നിങ്ങൾ അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക. എല്ലാത്തിനും നല്ലൊരു പരിഹാര മാർഗം കാണുന്നത് അറിവില്ലാത്തവർ അറിവ് പകർന്നു കൊടുക്കുന്നത്, അറിയാത്ത വാർത്തകൾ അവരിൽ എത്തിക്കുന്നത് ഒക്കെ ചെയ്യാതെ ഈ പങ്കിളി കഥകൾ, സ്ത്രീകളുടെ കഥയൊക്കെ ഈ വെരി ഷെയിം, അത് ഗർഭാരസിപ്പ്, ഇതൊക്കെ എന്തോരം നാണം കെട്ട ഏർപ്പാടാണ്. പോലീസുകാരുടെ ഡ്യൂട്ടിയായിട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ബാംഗ്ലൂരിൽ ക്യാമ്പ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാം പിടിക്കും, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഷെയിംലെസ് കാര്യങ്ങൾ. ഇവിടെ പത്രവാർത്തയിൽ കൊടുക്കാമെന്നുള്ള ഭാഷകളല്ല ഇവർ ഉപയോഗിക്കുന്നത്. വെറും മോശമായ വാർത്തകൾ. ഏത് സ്ത്രീയും പുരുഷനും എവിടെയും കയറി അവരെന്ത് ഇണചേരുന്നെങ്കിൽ അത് പ്രകൃതി നിയമമെന്നും പറഞ്ഞ് വച്ചേക്കാണ്. അത് ഇറ്റ് ഈസ് എവരിവെയർ. അതുപോലെ നേതാവല്ലെങ്കിൽ അതിനെ കുത്തിപ്പിടിച്ച് പൊക്കാന്ന് വെച്ചാൽ മഞ്ഞപ്പത്രം, പണ്ടൊക്കെ മഞ്ഞപ്പത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ പ്രസക്തി നശിച്ചു കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഈ പുതിയ യങ് കുറേ ക്യാമറയുമായിട്ട് നടക്കുന്നവരൊന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആരെവിടെ പോയി കഴിഞ്ഞാലും അത് ഉദ്ദേശം മറ്റെന്താണെന്ന് തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഈ വിക്രിയ നിർത്തിക്കളയുക. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേർ കുറേ ഉണ്ട് ജേർണലിസം പാസ്സാകുന്ന അവരോട് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ആ കുട്ടികളോടൊന്ന് പറയാനുള്ളത്, ശ്രദ്ധിച്ച് വാർത്തകൾ കൊടുക്കുക, നല്ലത് കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ട് പിക്കപ്പ് ആകാൻ വരും. നിങ്ങൾ സഡനായിട്ട് നിങ്ങൾ ഉന്നതിയിലെത്തുമെന്ന് അങ്ങനെ ധരിച്ചാൽ എത്ര കണ്ട് സ്പീഡിൽ നിങ്ങൾ പോകുന്നു അത്രയും സ്പീഡിൽ നിങ്ങൾ താഴേക്ക് പതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ദുർഗതി ആർക്കും വരാതിരിക്കട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.